ചേട്ടാ, കേരളത്തിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ പെരുകയാണ്. ഒരുപക്ഷെ തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നത് മൂലമായിരിക്കാം ഇത്തരത്തിലുള്ള തട്ടിപ്പ് പെരുകുന്നത്. അതൊരിക്കലും ഒരു ന്യായീകരണമല്ല. ഇപ്പോൾ രസകരമായ പല തട്ടിപ്പുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ ഒരു വാടക സ്റ്റോറിൽ നിന്ന് ഉരുളിയും വാർപ്പും എല്ലാം ഒരാൾ വന്ന് വാടകയ്ക്ക് എടുക്കുന്നു. അയാൾ ആ സാധനം നേരിട്ട് കൊണ്ടുപോയി മറച്ചു വയ്ക്കുന്നു. ഇത് കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ നടന്നതാണ്. ഇതേപോലെ സമാന രീതിയിലുള്ള പല തട്ടിപ്പുകൾ കേരളത്തിൽ അടുത്തിടെ പെരുകുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള 3 തട്ടിപ്പ് കഥകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന്, അഭിഷേക് പറഞ്ഞ ഈ പാത്രങ്ങൾ എടുത്തുകൊണ്ടുപോയി മറച്ചു വയ്ക്കുക. 2, അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ബൈക്കിൻ്റെ എൻജിൻ ഇളക്കി വയ്ക്കുക. അപകടത്തിൽ കിടക്കുന്ന കാർ എടുത്ത് തൻ്റേതാണെന്ന് പറഞ്ഞിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വർക്ക്ഷോപ്പുകാരന് മറച്ചു വയ്ക്കുക. പിന്നെ ഫ്ലാറ്റ് എടുത്ത് അത് OLXലിട്ട് ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കുക, OLXലിടുക, എന്നിട്ട് വിൽക്കുക. അതിനു ശേഷം വന്നിരിക്കുകയാണ് ഏറ്റവും വലിയൊരു തട്ടിപ്പ് പുറത്ത് വന്നിരിക്കുന്നത്. വ്യോമസേനയുടെ എയർ സ്ട്രിപ്പ് വിറ്റു, അമ്മയും മോനും കൂടെ. ഇങ്ങനെ പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള തട്ടിപ്പ് കഥകൾ പുറത്തു വന്നിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ വാർത്താദിനം. ആദ്യത്തേത് താമരശ്ശേരി. അവിടെ പരപ്പൻപോയിലിലെ ഈ പാത്രങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന കടയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ എത്തുന്നു. ഇയാൾ ഞായറാഴ്ച അവിടെ ചെന്ന് പറഞ്ഞു അയാളുടെ വിവാഹമാണ്, വിവാഹത്തിന് ആവശ്യമായ പാത്രങ്ങൾ തരണമെന്ന് പറഞ്ഞു. അയാളത് ഈ വാടക സ്റ്റോർ ഉടമ ഇയാൾക്കത് വാടകയ്ക്ക് കൊടുത്തു. അയാൾ അതും കൊണ്ട് നേരെ പുനൂർ ചീനിമുക്കിലെ ആക്രിക്കടയിൽ കൊണ്ടുപോയി മറച്ചു വിറ്റു. അങ്ങനെ ഈ വാടക ഉടമ ഇത് കിട്ടാതായതോടുകൂടി അദ്ദേഹം താമരശ്ശേരി പോലീസിനെ സമീപിച്ചപ്പോൾ താമരശ്ശേരി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം വ്യക്തമായത്. ഇയാളുടെ ഇത് സ്ഥിരം പരിപാടിയാണ്. ഇയാൾ അതിൻ്റെ തലേ ദിവസം ശനിയാഴ്ച തച്ചമ്പൊയിലിൽ ഇതുപോലൊരു വാടക സ്റ്റോറിൽ ചെന്ന് ഇയാൾ ഇത്തരത്തിലൊരു ശ്രമം നടത്തിയെങ്കിലും ആ ഉടമയ്ക്ക് സംശയം തോന്നിയതുകൊണ്ട് ഇയാൾക്ക് പാത്രങ്ങൾ കൊടുത്തു വിട്ടില്ല. അങ്ങനെ ഈ പുനൂരിൽ ചീനിമുക്കിലെ ആക്രിക്കടയിൽ ചെന്ന താമരശ്ശേരി പോലീസ് ഈ പാത്രങ്ങളെല്ലാം തന്നെ തിരിച്ചു പിടിച്ച് ഈ ഉടമയ്ക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ഇതുകൂടാതെ 2 സെറ്റ് പാത്രം ഇയാൾ വേറെ എവിടുന്നോ കൊണ്ടുവന്ന് വാടകയ്ക്ക് വെച്ചിരുന്നു. അതും ഇപ്പോൾ ഈ ഉടമയ്ക്ക് കിട്ടി, ഉടമയ്ക്ക് കൊടുത്തത്. അതായത് ഈ പരപ്പൻപോയിലെ ഉടമയ്ക്ക് 2 സെറ്റ് പാത്രങ്ങൾ എക്സ്ട്രാ കൂടി ഇതിൽ നിന്നും നേട്ടമുണ്ടായി. പോലീസ് പിടിച്ച് അതെടുത്തു കൊടുത്തു. പിന്നെ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ കഴിഞ്ഞതിൻ്റെ അങ്ങേയാഴ്ച കൈതപ്പൊയിലിൽ വണ്ടി ഇടിച്ച് കിടന്ന ഒരു ബൈക്ക്, ആ ബൈക്കിൻ്റെ എൻജിൻ ഇളക്കി വിറ്റു. അവിടെയും പരാതിക്കാരൻ, ഈ പരപ്പൻപോയിലെ കടയിലെ ഉടമയ്ക്കും പരാതിയില്ലായിരുന്നു, ആക്രി ഉടമയ്ക്കും പരാതിയില്ലായിരുന്നു. അതോടുകൂടി താമരശ്ശേരി പോലീസിന് കേസെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമുക്ക് അയാളുടെ പേര് പറയാൻ സാധിക്കാത്തത്. അതിനു മുമ്പാണ് ഇയാൾ കൈതപ്പൊയിലെ ബൈക്കിൻ്റെ എൻജിൻ ഇളക്കി വിറ്റത്. അതും കഴിഞ്ഞിട്ട് ഇയാൾ കാരാടിയിൽ ഒരു കാർ ഇടിച്ചു കിടന്നു. ആ കാർ ഇയാൾ എടുത്തിട്ട് പോയി അത് ഒരു വർക്ക്ഷോപ്പ് ഉടമയ്ക്ക് വിറ്റു. തൻ്റെ കാറാണെന്ന് പറഞ്ഞു. തനിക്കിനി ഈ വണ്ടി വേണ്ട, ഇത് സ്ക്രാപ്പായിട്ട് പൊളിച്ച് വിൽക്കാം, ഇടിച്ച് തകർന്നു കിടക്കുന്ന വണ്ടിയല്ലേ, എങ്ങനെ ഇത് കെട്ടി വിളിച്ച് അവിടെ കൊണ്ടിട്ട് കൊടുത്തു. അങ്ങനെ 3 തരത്തിലുള്ള തട്ടിപ്പുകൾ ഇയാൾ നടത്തിയെങ്കിലും ഈ തട്ടിപ്പിലൊന്നും പരാതിക്കാരില്ലാത്തത് കൊണ്ട്, ആർക്കും പരാതി ഇല്ലാത്തത് കൊണ്ട് ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ താമരശ്ശേരി പോലീസിനെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇയാളുടെ പ്രീവിയസ് ഹിസ്റ്ററി എടുത്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. ഇയാൾ വേറെ എന്തൊക്കെ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്, ആ തട്ടിപ്പിൽ പരാതിക്കാരുണ്ടോ എന്നുള്ളതാണ്. ഇതിപ്പം കാറിൻ്റെ ഉടമയ്ക്ക് പരാതി ഇല്ലാതിരിക്കാൻ കാര്യം, കാർ ഉടമ നോക്കിയപ്പോൾ ഈ റിക്കവറി വെഹിക്കിളിൻ്റെ ഫീസ് ഫ്രീ ആയി, വണ്ടി വർക്ക്ഷോപ്പിലെത്തി. അതിനുള്ള അയാളും ഇത് പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നതാണ്. അപ്പോൾ കാറിൻ്റെ ഉടമയ്ക്ക് പരാതിയില്ലാത്തതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ബൈക്ക് ഉടമ ആശുപത്രിയിലായതുകൊണ്ട് അയാൾക്കും പരാതിയില്ല. അയാളുടെ വണ്ടി ഇടിച്ചു കിടന്ന അയാളുടെ വണ്ടിയുടെ എഞ്ചിൻ ഇളക്കി കൊണ്ടുപോയി എന്നുള്ളതിൽ അയാൾക്കും പരാതിയില്ലാത്തതുകൊണ്ട് അയാൾ ഇതിലും കേസില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പാത്രക്കട ഉടമയ്ക്കും പരാതിയില്ല, ആക്രിക്കട ഉടമയ്ക്കും പരാതിയില്ല. അതുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഈ ബിരുദൻ്റെ പേര് പറയാൻ നമുക്കും പറ്റുന്നില്ല. FIR പേരില്ലാത്ത ഒരാളുടെ പേരൊക്കെ നമ്മൾ പറയും. ഇത്രയധികം സംഭവങ്ങൾ ആ താമരശ്ശേരി സ്റ്റേഷൻ്റെ പരിധിയിൽ സംഭവിച്ചു എന്ന് പോലീസ്. വ്യത്യസ്തമായ തട്ടിപ്പുകൾ പലതരത്തിൽ. രാവിലെ ഇറങ്ങി വരിക, എവിടെയെങ്കിലും കിടക്കുന്ന വണ്ടി ഇടിച്ചു കിടക്കുകയാണെങ്കിൽ അത് തൻ്റേതാണെന്ന് പറഞ്ഞ് ആർക്കെങ്കിലുമൊക്കെ പിടിച്ച് വിൽക്കുക.
അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റാത്ത വണ്ടിയാണെങ്കിൽ അതിൻ്റെ എഞ്ചിൻ ഇളക്കി കൊണ്ടുപോവുക. ഇങ്ങനെയൊക്കെയുള്ള വിരുദ്ധൻ പരിപാടികളാണ് ഈ വിരുദ്ധൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ താമരശ്ശേരി പോലീസിൻ്റെ കണക്കനുസരിച്ച് ഇനി വേറെ എന്തെങ്കിലും തട്ടിപ്പിൽ പരാതി ഉണ്ടെങ്കിൽ ഇയാളുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിടും. പോലീസ് പുറത്തുവിടാത്തോളം കാലം നമുക്ക് പേര് പറയാനും പറ്റില്ല. താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളാണ് ഈ ബിരുദൻ. ഇത്രയധികം തട്ടിപ്പുകളാണ് ഇയാൾ ഒരു തരത്തിൽ ചെയ്യുന്ന ദ്രോഹം മറ്റൊരു തരത്തിൽ ഇരകൾക്ക് ഗുണമായി ഉപകാരമായി മാറുന്നുണ്ട്. അതായത് ഇതിലേ ഞാൻ പറഞ്ഞത്, ഇരയാക്കപ്പെട്ട പാത്രക്കട ഉടമയ്ക്ക് 2 സെറ്റ് പാത്രം എക്സ്ട്രാ കൂടുതൽ കിട്ടി. അതുകൊണ്ട് അയാൾക്ക് പരാതിയില്ല. ആക്രിക്കട ഉടമയ്ക്കും ഈ പൊല്ലാപ്പ് പിടിക്കാൻ താല്പര്യമില്ല. ഈ പൊല്ലാപ്പ് പിടിച്ച് മോഷ്ടിച്ച സാധനങ്ങളാണല്ലോ വിറ്റത്, അത് മേടിക്കുന്നതും ക്രൈമാണല്ലോ. അപ്പോൾ അയാളും അതിൽ പരാതിയില്ലാതെ അയാളും തല ഉയരിയതുകൊണ്ട് ഈ ബിരുദൻ്റെ പ്രവർത്തികൾ ഇനി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പേര് പുറത്തുവിടുമ്പോൾ നമുക്ക് പറയാം. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന രണ്ടാമത്തെ തട്ടിപ്പ് പരിപാടിയാണ് ഇൻഫോ പാർക്ക് പോലീസും തൃക്കാക്കര പോലീസും ഇട്ടിരിക്കുന്ന FIRകൾ. തൃക്കാക്കര പോലീസ് 3 FIR ഇട്ടിരിക്കുന്നു. ഇൻഫോ പാർക്ക് പോലീസ് 2 FIR ഇട്ടിരിക്കുന്നു. അത് ചെയ്തിരിക്കുന്നത് വാഴക്കാലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മിൻറ്റു മണി എന്ന ബിരുദനാണ്. ഇയാളുടെ പരിപാടി, ഇയാളും ഇയാളുടെ കൂട്ടാളിയായിട്ടുള്ള ആശ എന്ന സ്ത്രീയും ചേർന്ന് കൊച്ചിയിലെ കാക്കനാട് ഇൻഫോ പാർക്ക് മേഖലകളിലുള്ള ഫ്ലാറ്റുകൾ വാടകയ്ക്ക് എടുക്കുക. എന്നിട്ട് ഇത് പണയത്തിനുണ്ട് എന്ന് പറഞ്ഞ് OLXിലെടുക്കുക. OLXിലിടുമ്പോൾ ആളുകൾ വന്ന് പണയ പൈസ കൊടുത്തിട്ട് ഈ ഫ്ലാറ്റ് എടുക്കും. ഒരേ ഫ്ലാറ്റ് തന്നെ ഇയാൾ 3 പേർക്ക് കൊടുത്തു. ഒരേ ഫ്ലാറ്റ്, അതായത് കാക്കനാട് മാണിക്കുളങ്ങര ഗ്ലോബൽ വില്ലേജിൽ കിടക്കുന്ന അപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ കഴിഞ്ഞ ദിവസം ഒരാൾ താമസിക്കാൻ എത്തിയപ്പോൾ ഓൾറെഡി പെട്ടിയും കിടക്കയായിട്ട് വേറെ 2 പേർ അവിടെ നിൽക്കുക. അവർ നേരത്തെ ഒരേ ഫ്ലാറ്റ് അവർ നേരത്തെ തന്നെ 8 ലക്ഷം രൂപ കൊടുത്ത് ഇത് ഒറ്റയ്ക്ക് എടുത്ത ഫ്ലാറ്റാണ്. ആദ്യത്തെ ആൾ പെട്ടിയും കിടക്കയായിട്ട് വന്നപ്പോഴാണ് രണ്ടാമത് വേറൊരാൾ വരുന്നത്. ഇവർ രണ്ടുപേരും തമ്മിൽ തർക്കം നടക്കുമ്പോഴാണ് മൂന്നാമതൊരാൾ അവിടെ വരുന്നത്. അയാൾ 6,50,000 കൊടുത്തിട്ടാണ് അയാളത് എടുത്തിരിക്കുന്നത്. അപ്പോൾ പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നിലവിൽ ഇതുവരെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ 3 FIRകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടേണ്ടി വന്നിട്ടുണ്ട്. ഇൻഫോ പാർക്കിൽ 2 എണ്ണം. ഒന്നാം പ്രതി ഈ ആശ എന്ന് പറയുന്ന സ്ത്രീയാണ്. ഈ സ്ത്രീയാണ് വീട് വാടകയ്ക്ക്, ഈ ഫ്ലാറ്റുകൾ വാടകയ്ക്ക് എടുത്ത് OLXിലിട്ട് പണയത്തിനുണ്ട് എന്ന് പറഞ്ഞ ആളുകളിൽ നിന്ന് പണം മേടിച്ച് തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വ്യാപകമായി ഈ 2 പേരൂടെ ചേർന്ന് വ്യാപകമായി കൊച്ചിയിലെ ഫ്ലാറ്റുകൾ വാടകയ്ക്ക് എടുക്കുക. വാടകയ്ക്ക് എടുത്തിട്ട് ഇത് പണയത്തിലാണെന്ന് പറഞ്ഞ്, സ്വന്തം ഫ്ലാറ്റാണ് പണയത്തിനാണെന്ന് പറഞ്ഞ് കൊടുക്കുക. ഒരേ ഫ്ലാറ്റ് തന്നെ 3 പേർക്ക് 4 പേർക്കൊക്കെ കൊടുക്കുക. ഈ 4ഉം 3ഉം പേര് ഒരുമിച്ച് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഒരേ ഡേറ്റ പറഞ്ഞു കൊടുക്കുന്നത്. താമസിക്കാനുള്ളതും ഒരേ ഡേറ്റ്, അതായത് തട്ടിപ്പ് നടത്തിയെന്ന് അധിക ദിവസം മറച്ചു വെക്കുന്നില്ല. മറച്ചു വെക്കാത്ത രീതിയിലാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവർക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് ഈ അപ്പാർട്ട്മെൻറ്റുകളുടെയും ഫ്ലാറ്റുകളുടെയും ഉടമകൾ പരാതി കൊടുത്തിട്ടുണ്ട്. തട്ടിപ്പിന് ഇരയായവരും പരാതി കൊടുത്തിട്ടുണ്ട്. അടുത്തത് വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. അത് പഞ്ചാബിൽ ഫട്വാല എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബോർഡറാണ്. പാകിസ്ഥാനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ ഫട്വാലയിലെ എയർ സ്ട്രിപ്പ് ഉണ്ട്, വ്യോമസേനയുടെ എയർ സ്ട്രിപ്പാണ്. ഇത് അമ്മയും മോനൂടെ ചേർന്നങ്ങ് വിറ്റു. മേടിക്കാൻ ആളുണ്ടായി. അതല്ലേ എയർ സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ എയർ സ്ട്രിപ്പ് അല്ല. 1962, അതുപോലെ 65, 71 ഈ 3 യുദ്ധത്തിലും ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ചിരുന്ന എയർ സ്ട്രിപ്പാണ് അമ്മയും മോനും കൂടെ ചേർന്ന് വിറ്റത്. അതിൽ ഒരു ഉഷ അൻസലും നവീൻ ചന്ദും, മകനാണ് നവീൻ ചന്ദ്. ഇതിപ്പം കാലങ്ങളായിട്ട് ഇവരുടെ ഭൂമിയാണെന്നും പറഞ്ഞ് ഇവർ മറിച്ച് വിറ്റിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അടുത്തിടയ്ക്ക് അവിടെ നിന്നും റിട്ടയർ ആയിട്ടുള്ള ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ ഇതിൽ സംശയം ഉന്നയിച്ചുകൊണ്ട് വിജിലൻസിലൊരു പരാതി നൽകി. അതിനുശേഷമാണ് വ്യോമസേനയുടെ ഹൽവാര വ്യോമസേന കമാൻഡൻറ്റ് അവിടുത്തെ DCP ഫിറോസ്പൂർ DCPക്ക് ഒരു പരാതി നൽകി. ഞങ്ങളുടെ എയർ സ്ട്രിപ്പ് ആരോ വിറ്റു, ഇപ്പോൾ അത് ഞങ്ങളുടെ കയ്യിലില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അങ്ങനെ DCP ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഇത് 97 വിറ്റു. 1997 തന്നെ ഇവർ 2 പേരും ചേർന്ന് വിറ്റു. റവന്യൂ രേഖ ഉണ്ടാക്കിക്കൊണ്ട് ഇവരിതെടുത്ത് വിറ്റു. അങ്ങനെ ഇതിൻ്റെ പൂർവ്വകാല രേഖകൾ എടുത്തപ്പോൾ 1958, 59 റവന്യൂ രേഖ പ്രകാരം ഇത് വ്യോമസേനയുടെയാണ് ഇപ്പോഴും. ഇന്ത്യൻ വ്യോമസേനയുടെ എയർ സ്ട്രിപ്പാണ് അത് ഇപ്പോഴും അത് എയർ സ്ട്രിപ്പ് ഇവരുടെ തന്നെയാണ്. ഇതിപ്പം ഇവരെ 2 പേരെയും ഈ കേസിൽ പിടികൂടിയപ്പോഴാണ് അറിയുന്നത്, വ്യോമസേന അറിയുന്നത് എയർ സ്ട്രിപ്പൊക്കെ എപ്പോഴേ വിറ്റു എന്ന്. മറ്റേ സിനിമയ്ക്കകത്ത് പറയുമല്ലോ, സുനിയോ ഏത് സുനിയൊക്കെ ചത്ത് എന്ന് പറയുന്നത്, ഏത് എയർ സ്ട്രിപ്പൊക്കെ അവർ പണ്ടേ വിറ്റ് കാശ് മേടിക്കുകയും ചെയ്തു. അങ്ങനെ 3 മേഖലകളിലായിട്ട് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്തകളുടെ വ്യത്യസ്തത കാരണമാണ് നമ്മളിതിപ്പോൾ ഡിസ്കഷൻ എടുത്തത്.
ആർക്കെങ്കിലും ഇപ്പോൾ ഇത് കേട്ടിട്ട് ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ. ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു കേസ് നമ്മുടെ പെരുമ്പാവൂർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബീഹാറിൽ നിന്ന് RX 135 വാഹനം കേരളത്തിൽ ഈ ഇത്തരം വാഹനങ്ങൾക്ക്, വിൻറ്റേജ് വാഹനങ്ങൾക്ക് ഒരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ വിൻറ്റേജ് വാഹനങ്ങളിൽ പെടുന്ന ഈ RX 135 കേരളത്തിലെത്തിച്ച് ഈ വാഹനപ്രേമികൾക്ക് വിൽക്കാമെന്നൊരു ധാരണയോടെ എത്തിയൊരു ബീഹാർ സ്വദേശി അതിഥി തൊഴിലാളിയാണ്. ഇയാളുടെ RX 135 OLX E2 ഇത് വാങ്ങാനായിട്ട് ചൂർണിക്കര സ്വദേശിയായ ഒരു 24-കാരൻ വരുന്നു. ഇയാൾ ടെസ്റ്റ് റൈഡിന് കൊണ്ടുപോകുന്ന വാഹനവുമായിട്ട് കടന്നു കളഞ്ഞു. ബീഹാറിയെ പറ്റിച്ചു മലയാളി അല്ലേ. ഇവിടെ റെയിൽവേയുടെ ഭൂമി വിറ്റിട്ടുണ്ട്. റെയിൽവേയുടെ ഭൂമി തൻ്റേതാണെന്നും പറഞ്ഞ് വിറ്റ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വിറ്റതല്ല, അഡ്വാൻസ് മേടിച്ചു. അത് റെയിൽവേയുടെ ഭൂമിയാണ്. ഇന്ത്യൻ റെയിൽവേ പോലും അറിയുന്നതിന് മുമ്പ് ഒരു ബിരുദൻ ഇത് കച്ചവടമാക്കി. ഇതിൻ്റെ ടോക്കൺ മേടിച്ചു, പൈസ മേടിച്ചു ടോക്കണിൻ്റെ. അങ്ങനെയുള്ള പരിപാടികൾ കാണിച്ചിട്ടുണ്ട്. അതായത് ഇത് വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള തട്ടിപ്പുകൾ ഇവിടെ ഇങ്ങനെ അനസ്യൂതം തുടരുകയാണ്. നമ്മുടെ UK വിമാനമുണ്ടല്ലോ, യുദ്ധവിമാനം F-35, അതൊക്കെ ഈ ടീമുകൾ അറിയണം. എപ്പോഴേ വിൽക്കും. അല്ല, അത് വന്നിരുന്നു. അത് OLX കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു, വാങ്ങാൻ ആളില്ലാത്തതുകൊണ്ട് അൺസോൾഡ് ആയി. അതെ. ഏതായാലും വലിയ വലിയ തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തട്ടിപ്പ് വളരെ അനസ്യൂതം തുടരുന്ന ഒരു പരിപാടിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഉടമകൾ പലരും ഈ സ്ഥലത്തുണ്ടാവാറില്ല. ഇവരൊക്കെ ചിലപ്പോൾ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് വാടകയ്ക്ക് കൊടുക്കും. ഈ വാടകയ്ക്ക് എടുക്കുന്ന ബിരുദന്മാർ ഇത് പണയത്തി വെക്കും. പണയം വെക്കുമ്പോൾ ഇരട്ടി പൈസ കിട്ടും. ചിലപ്പോൾ ഒരു ഫ്ലാറ്റിന് ഏകദേശം അറൗണ്ട് ഒരു 6 lakhs മുകളിൽ കൊടുക്കേണ്ടി വരും ഒറ്റയ്ക്ക് എടുക്കണമെങ്കിൽ. അത്രയും പൈസ കിട്ടുമല്ലോ. ഇത് 3 മാസത്തെ റെൻറ്റ് കൊടുത്താൽ മതി. 30,000 രൂപ റെൻ്റാണെങ്കിൽ 3 മാസത്തെ റെൻറ്റ് 90,000 രൂപയും ബ്രോക്കർ ഫീസ് അതിൻ്റെ പകുതി 15,000 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫ്ലാറ്റ് 30-35 രൂപ കൊടുത്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഉടമ എവിടെയാണെന്ന് ഇവർ ആദ്യമേ അന്വേഷിക്കും. ഉടമയെക്കുറിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം നടത്തും. ഈ ഉടമ എങ്ങനെയാണ്, പലരും തിരിഞ്ഞു പോലും നോക്കാറില്ല. വെറുതെ മേടിച്ചിട്ട് ഫ്ലാറ്റുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടംപോലെ ഫ്ലാറ്റുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഇടിച്ചു പൊളിച്ച ഒരു ഫ്ലാറ്റ് പലരും ഉടമമാരറിയുന്നത് തന്നെ. പിന്നെ അവർ ഇതൊന്നും അന്വേഷിക്കാറില്ല. അവരിത് മേടിച്ചിടും, ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കും. ഈ എടുക്കുന്ന ബിരുദൻ ഇതെടുത്ത് പണയം വെക്കും. ഇരട്ടിക്കരട്ടിയല്ലേ ലാഭം. 1 ലക്ഷം രൂപ ചിലവാക്കി കഴിഞ്ഞാൽ 8 ലക്ഷം രൂപ കയ്യിൽ തിരിച്ചു വരും. ഉടമ തിരിച്ചെത്തുന്നതിന് മുമ്പേ ഈ രണ്ടാമത് കൊടുത്ത വാടകക്കാരന് പണയത്തിൻ്റെ പൈസ തിരിച്ചു കൊടുത്തിട്ട് ഉടമയ്ക്ക് ഫ്ലാറ്റ് അങ്ങ് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതാണ് കൊച്ചിയിൽ അനസ്യൂതം നടക്കുന്ന ഒരു സ്ഥിരം പരിപാടി. അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ പല ഫ്ലാറ്റുകളും, വാടകയ്ക്ക് വരുന്ന ഫ്ലാറ്റുകളിൽ ചിലതൊക്കെ ഉടമ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പണയത്തിന് എടുക്കുന്നു, ഒറ്റയ്ക്കെന്നും പറഞ്ഞ് കിടക്കും. നമ്മൾ പോയി ഒറ്റയ്ക്ക് എടുക്കുകയും ചെയ്യും. ഈ കരാറുണ്ടാക്കുന്നത് നമ്മളും ഈ വാടകക്കാരൻ തമ്മിലാണല്ലോ. വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ആളും തമ്മിലാണോ. അയാൾ നമ്മളെ പറ്റിക്കും. നമ്മളവിടെ കയറി താമസിക്കും. അയാൾക്ക് ലാഭം 8 ലക്ഷം രൂപ 9 ലക്ഷം രൂപ കയ്യിലിരിക്കും. ഏതായാലും എയർ സ്ട്രിപ്പ് വരെ ഇന്ത്യയിൽ വിറ്റ് കഴിഞ്ഞു. ഇനി എന്തൊക്കെ വിൽക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം. ശരി.